നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിരവധി വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. പരീക്ഷാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച നടക്കുകയാണ്. സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ സഭയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങളും സ്തംഭനങ്ങളും ഒക്കെ നടന്നിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ കേസെടുക്കില്ലെന്ന ഉറപ്പ് കേന്ദ്രം ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധങ്ങളും പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. എന്തായാലും ഇന്നും പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. സംസ്ഥാനത്തേക്ക് വന്നാൽ രാവിലെ മുതൽ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 6 ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും എല്ലാ വാർത്തകളും വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പരീക്ഷാ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച. പ്രതിപക്ഷവും ചർച്ചയിൽ പങ്കെടുക്കും. സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷം. കോടതി ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ. PSC പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് വൈകും. വിശദമായ അന്വേഷണത്തിന് ആഭ്യന്തര വിജിലൻസിന് കൂടുതൽ സമയം അനുവദിച്ചു PSC. കേസെടുക്കാൻ നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയ SIT. നെയ്വിൽപ്പനയിൽ ഗുരുതര ക്രമക്കേടെന്ന കണ്ടെത്തൽ. മിൽമ യൂണിറ്റിലടക്കം പരിശോധനയുമായി വിജിലൻസ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും. വഴിപാടായി ലഭിച്ച സ്വർണത്തിന്റെ രേഖകളടക്കം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഹർജി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവിന് വെള്ളി മെഡൽ. നീന്തലിൽ 50 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശ് നിറഞ്ഞു. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ ചർച്ച ചെയ്യുകയാണ്. 6 മണിക്കൂർ സമയമാണ് ചർച്ചയ്ക്ക് അനുവദിച്ചത്. ഇന്നലെ തുടർച്ചയായി സഭ തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷം സ്പീക്കർ നടത്തിയ അനുനയ നീക്കത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചു. എന്നാൽ സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിലെ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പോലീസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികളും സമരക്കാർ പോലീസിനെ ആക്രമിച്ചത് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികളും ഒരുമിച്ചാണ് കോടതി പരിഗണിക്കുന്നത്. സമരത്തിൽ സാമൂഹ്യ വിരുദ്ധ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം നേരിടാമെന്നും സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ നിരീക്ഷിച്ചിരുന്നു. സമാധാനപരമായ പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിന് ദേശീയ തലത്തിൽ ഒരു പ്രോട്ടോകോൾ ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിഷ്ണു, പൊതുപരീക്ഷാ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? അശ്വതി, നിർണായകമായ ബില്ലാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരുന്നത്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതുമാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. 10 കോടി രൂപ വരെ പിഴയും 10 വർഷം വരെ തടവ് ശിക്ഷയും ഉറപ്പാക്കുന്നതാണ് ആ ബില്ല്. ഈ ബില്ല് ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിലും അതിന്മേലുള്ള ചർച്ച തടസ്സപ്പെടുകയായിരുന്നു. പ്രതിപക്ഷം തുടർച്ചയായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭ തടസ്സപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. പിന്നീട് വൈകിട്ട് സ്പീക്കർ ഓം ബിർള ചേംബറിൽ വിളിച്ചേർത്ത യോഗത്തിലാണ് എല്ലാ സഭാകക്ഷി നേതാക്കളോടും ചർച്ചയോട് സഹകരിക്കാൻ ആവശ്യപ്പെടുകയും ഇന്ന്
ചർച്ച നടക്കുമ്പോൾ ഇന്ന് ലോക്സഭയിൽ സഭാ നടപടികളോട് അല്ലെങ്കിൽ ബില്ലിന്മേലുള്ള ചർച്ചയോട് സഹകരിക്കാം എന്ന് എല്ലാ കക്ഷികളും അറിയിച്ചു എന്ന് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ചർച്ച നടക്കുമ്പോൾ ഈ ബില്ലിന്മേലുള്ള കൂടുതൽ വിശദമായ ചർച്ചകൾ, അതിന്മേൽ ഭേദഗതികൾ ആവശ്യമുണ്ടോ എന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. നിലവിൽ രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ബില്ല് അടിയന്തരമായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുകയും ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ നടന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായകമായ ബില്ല് പാർലമെന്റിന് മുൻപിലേക്ക് എത്തുന്നത്. അതിനോട് ഇന്ന് ചർച്ചയിൽ പ്രതിപക്ഷവും സഹകരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വർഷകാല സമ്മേളനത്തിന്റെ കഴിഞ്ഞ 6 ദിവസങ്ങളും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് അതിനൊരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴും CJP സമരത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് പ്രതിപക്ഷങ്ങൾ ഇന്നലെ തന്നെ നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഇന്ന് പാർലമെന്റ് നടപടികൾ തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഏറെ നിർണായകമാകും. ചിലപ്പോൾ പാർലമെന്റിന് പുറത്ത് പാർലമെന്റ് കവാടത്തിൽ ഒരു പ്രതിഷേധം നടത്തി സഭയ്ക്കകത്തേക്ക് പോകാനായിരിക്കും പ്രതിപക്ഷ അംഗങ്ങൾ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട ഹർജികളും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. CJP സമരത്തിനെതിരായുള്ള പോലീസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികൾ, ഒപ്പം സമരക്കാർ പോലീസിനെ ആക്രമിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജികൾ, ഈ 2 ഹർജികളും ഒരുമിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പരിഗണിക്കുന്നത്. അതിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് തുടർന്ന് എന്ത് നിരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന കാര്യവും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത് സമാധാനപരമായിട്ടുള്ള സമരങ്ങൾ ഭരണഘടന നൽകുന്ന അവകാശമാണ്. അതിനെ യാതൊരു തരത്തിലും പോലീസ് നേരിടുന്നതോ ലാത്തിചാർജ് നടത്തുന്നതോ അന്യായമായി നേരിടുന്നതോ അംഗീകരിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ അത്തരം സമരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രത്യേകം നേരിടണം എന്ന കാര്യവും കോടതി വ്യക്തമാക്കിയിരുന്നു. അശ്വതി. ശരി, പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ചയാവുകയാണ്. ഒപ്പം തന്നെ CJPയുമായി ബന്ധപ്പെട്ട സമരത്തിലെ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പോലീസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികളും സമരക്കാർ പോലീസിനെ ആക്രമിച്ച് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികളും ഒരുമിച്ചാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. വിശദാംശങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. PSC പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് വൈകും. വിശദാന്വേഷണത്തിന് വിജിലൻസിന് PSC കൂടുതൽ സമയം അനുവദിച്ചു. അതേസമയം PSCയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കേസെടുക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിനും ആശയക്കുഴപ്പമുണ്ട്. നിയമോപദേശത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങും. അൺഫ്ലിറ്റ് ഡിസൂസയുടെ വിശദാംശങ്ങളുമായി. അൺഫ്ലിറ്റ്, PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഇന്ന് വിജിലൻസിന് റിപ്പോർട്ട് നൽകുന്നത് വൈകും. എന്താണ് വിശദാംശങ്ങൾ? PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2 അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം, മറ്റൊന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമാണ്. ഇതിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണമാണ് റിപ്പോർട്ട് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയത്. ആ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ആ പ്രാഥമിക റിപ്പോർട്ടിൽ. അതായത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കുണ്ട്, കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ അന്തിമമായ ഒരു അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകണമെങ്കിൽ സാവകാശം വേണമെന്ന് PSC ആഭ്യന്തര വിജിലൻസ് PSCയോട് അഭ്യർത്ഥിച്ചിരുന്നു. കാരണം വിശദമായ പരിശോധനകൾ ഇനിയും വേണ്ടിവരും, അതിന് കൂടുതൽ സമയം വേണമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് PSC കൂടുതൽ സമയവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നൽകാനായി ഇനിയും വൈകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം എന്നാണ് ആഭ്യന്തര വിജിലൻസ് പറയുന്നത്. നിലവിൽ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പരീക്ഷാ ക്രമക്കേട് മാത്രമാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുന്നത്. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച്. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഈ ആസൂത്രണ ബോർഡ് നിയമനം മാത്രമല്ല, പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് PSCയുടെ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള നിരവധി പരീക്ഷാ ക്രമക്കേടുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മുഴുവനും അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന് ചുമതല നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൽ പ്രധാനമായും ആസൂത്രണ ബോർഡിലെ നിയമനം തന്നെയാകും പ്രധാനമായും അന്വേഷിക്കുക. അതിൽ അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്, വിവരങ്ങളൊക്കെ ശേഖരിച്ചു. പോലീസ് PSC ആസ്ഥാനത്ത് എത്തി തന്നെയാണ് രേഖകളൊക്കെ തന്നെയും എടുക്കുകയും ഒക്കെ ചെയ്തത്.
പക്ഷേ ആ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഒരു കേസായി FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ PSC ആണ്. PSCക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലൊരു നിയമ തടസ്സമുണ്ടോ എന്നൊരു ആശയക്കുഴപ്പം ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം PSCയെ സംബന്ധിച്ച് നമുക്കറിയാം അത് ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായി ഒരു കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് ഏതെങ്കിലും രീതിയിലൊരു നിയമ തടസ്സമുണ്ടോ എന്നൊരു ആശയക്കുഴപ്പമുള്ളതിനാൽ നിയമോപദേശം തേടാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇനി നിയമോപദേശം ലഭിച്ചിട്ടില്ല. ലഭിച്ചതിന് ശേഷം തുടർ നടപടികളും, അതായത് കേസെടുത്ത് FIR ഇട്ട് മുന്നോട്ട് പോകുന്ന അടക്കമുള്ള തുടർ നടപടികൾ, അത് കൂടുതൽ സങ്കീർണമായ നടപടികൾ ക്രമങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനം. PSC സംബന്ധിച്ച് ഇതൊക്കെ ആദ്യമായാണ് ഈ രീതിയിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒക്കെ വരികയും PSC ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ രേഖകളൊക്കെ നൽകുന്ന കാര്യത്തിൽ പോലും PSC യോഗം ചേർന്നാണ് തീരുമാനമൊക്കെ എടുത്തത്. അപ്പോൾ ആ രീതിയിൽ FIR ഇട്ടൊരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ PSC ഒരുപക്ഷെ അതിനെതിരെ നിയമ പോരാട്ടമൊക്കെ നടത്തുമോ? അങ്ങനെ വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു നിയമോപദേശം എന്ന രീതിയിലാണ് നിയമോപദേശം തേടുന്നത് PSC. ക്രൈംബ്രാഞ്ച് നിയമോപദേശത്തിന് ശേഷമാകും കേസെടുത്ത് മുന്നോട്ട് പോകണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് തുടർ നടപടികൾ സ്വീകരിക്കുക. ശരിയാണ്. ഡിസോസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിജിലൻസ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് വൈകും. വിശദാന്വേഷണത്തിന് PSC കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ട് വൈകാൻ കാരണം. ഡിസോസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡംഗം A അജികുമാറിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഇരുവരെയും ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡി അനുവദിച്ചാൽ കേസിലെ നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് SIT കടക്കും. സുധീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുധീഷ്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ PS പ്രശാന്തിനെയും മുൻ ബോർഡംഗമായ A അജികുമാറിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയാണ്. കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനാകും നീക്കം. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും 2019 നടന്ന സ്വർണ്ണക്കൊള്ള അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി 2025 ഈ ഭരണസമിതി, അന്നത്തെ ദേവസ്വം ഭരണസമിതി PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയ ചില ഇടപെടലുകൾ അതൊക്കെ തന്നെയാണ്. അതായത് ഈ സ്വർണ്ണ പാളികളും മറ്റുമൊക്കെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി അവിടെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, അത് 2019 ഉണ്ടായ സ്വർണ്ണക്കൊള്ളയെ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നീക്കം നടന്നത് എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലായിരുന്നു SIT നടത്തിയിരുന്നത്. ഇതിന്റെ ഭാഗം കൂടിയായിട്ടായിരുന്നു SIT പ്രശാന്തിനെയും ഒപ്പം ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അറസ്റ്റ് ചെയ്ത അന്ന് ദിവസം തന്നെ വിശദമായ ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നൊരു സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് SIT ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഇരുവരെയും ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൊല്ലം വിജിലൻസ് കോടതി ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ദിവസത്തെ കസ്റ്റഡി വിട്ടു നൽകാനായിരിക്കും ഒരുപക്ഷെ കൊല്ലം വിജിലൻസ് കോടതി ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ഈ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ കസ്റ്റഡി വാങ്ങിക്കൊണ്ട് SIT പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ 2025 നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചുകൊണ്ട് ഈ സ്വർണ്ണ പാളികളിൽ അല്ലെങ്കിൽ ഇത്തരം സംഭവത്തിൽ 2019 കേസ് മറച്ചു വെക്കുന്നതിനാവശ്യമായ എന്തൊക്കെ നീക്കങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യലിലേക്കായിരിക്കും SIT കടക്കുക. അങ്ങനെയെങ്കിൽ ഈ 2025 ദേവസ്വം ബോർഡ് ഭരണസമിതിയിലുള്ള മറ്റംഗങ്ങളിലേക്കൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്യലിലൂടെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് കടക്കുന്നതിനും സാധ്യതയുണ്ട്. അശ്വതി. ശരി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡംഗം A അജികുമാറിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയാണ്. സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും. ഡിജിറ്റൽ ഓൺലൈൻ വരുമാനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ നൽകിയില്ലെന്ന് ഓഡിറ്റർ കോടതിയെ അറിയിച്ചിരുന്നു. ഓൺലൈൻ വഴിപാടുകളിലും ഡിജിറ്റൽ പണമിടപാടുകളിലും ഗുരുതര ക്രമക്കേടുണ്ടെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാജേഷ്, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാകും കോടതി പരിഗണിക്കുന്നത്?
ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ കുറച്ച് നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതിൽ പൂർണ്ണമായും അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യാനും അതിന്റെ കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യണമെന്നുള്ള കാര്യമെല്ലാം കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ധാരാളം ഹർജികൾ പല സമയത്ത് കൊടുത്ത മറ്റു ഹർജികളും ഹൈക്കോടതിയിലുണ്ട്. ഈ ഹർജികളാണ് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണനയ്ക്കെത്തുക. പ്രധാനമായും പരിശോധിക്കുക, 42 വർഷങ്ങളായിട്ട് അവിടെ കിട്ടിയ സ്വർണം, വെള്ളി, ഉരുപ്പിടികൾ അതിന്റെ മൂല്യം നിർണ്ണയിച്ചിട്ടില്ല. സാധാരണ എല്ലാ വർഷവും സാമ്പത്തിക വർഷം ഇതിന്റെ കൃത്യമായ കണക്ക് എടുത്ത് അതിന്റെ മൂല്യം നിർണ്ണയിച്ച് ഇത്ര ആസ്തിയുണ്ട് എന്നുള്ളത് തിട്ടപ്പെടുത്താറുണ്ട്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മളത് കണ്ടാണ് ഇത്തരത്തിൽ മൂല്യനിർണ്ണയം നടത്തുന്നത്. അതുപോലെ ഗുരുവായൂർ 42 വർഷമായി ഇങ്ങനെയുള്ള കാര്യത്തിന് മൂല്യം നിർണ്ണയിച്ചിട്ടില്ല. അവിടെ എത്രത്തോളം ഈ ഇതുപോലുള്ള ഓഫറിങ് അല്ലെങ്കിൽ ഭക്തർ കൊടുക്കുന്ന സ്വർണം, നാണയം, അല്ലെങ്കിൽ വെള്ളി നാണയം, ചില രൂപങ്ങൾ, അങ്ങനെ പല വിധത്തിൽ അവിടെ ഇതുപോലെ സ്വർണവും വെള്ളിയും വരുന്നുണ്ട്. ഇത് ഒരു കണക്കില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇത്രയും വർഷമായി ഇത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ കാര്യമൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷനായി ഓഡിറ്റ് പറഞ്ഞിരുന്നു. ഇതിനൊന്നും മുന്നോട്ട് ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് അവിടുത്തെ സ്വാഭാവികമായ രീതിയിലുള്ള ഒരു അച്ചടക്കത്തോടുള്ള കണക്കൊന്നും ഇപ്പോഴും നിലവിലില്ല. അതെല്ലാം ഓരോ ഹർജിയിലും വിവിധ ആവശ്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് പരിഗണിച്ച് ഓരോ നിർദ്ദേശങ്ങൾ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനാണ് കോടതി ഹർജികൾ ഇന്ന് തന്നെ വീണ്ടും പരിഗണിക്കുന്നത്. ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടിൽ സ്വമേധയാ എടുത്ത കേസാണെന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസിലെ വിചാരണ തീയതി ഇന്നറിയാം. കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അതേസമയം പ്രതികൾക്കെതിരെ IPC 323 ചുമത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. വകുപ്പ് ചുമത്താൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയിരുന്നു. കേസിൽ വിചാരണ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് IPC 323 കൂടി ചുമത്താൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയത്. കേസിൽ ആദ്യം പിടിയിലായ 16 പേരുടെ വിചാരണയാണ് ഉടൻ ആരംഭിക്കുന്നത്. പ്രതികളെ കഴിഞ്ഞ തവണ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കൂടുതൽ പേർ സംഘത്തിലുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശ്രീകാര്യത്തെ കമ്പനിയിൽ നിന്നും പരിശോധന തുടരും. തിരുവനന്തപുരത്ത് തന്നെ കൂടുതൽ കേന്ദ്രങ്ങളിൽ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ ദിവസം 18 ഉത്തരേന്ത്യക്കാരാണ് പിടിയിലായത്. ഇവർ കൂടുതലും പണം തട്ടിയെടുത്തത് അമേരിക്കക്കാരിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ രാജ്യക്കാരിൽ നിന്ന് കോടികളാണ് സംഘം തട്ടിയെടുത്തത്. ആലുവയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതം. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. മുംബൈയിലെ ധാരാവിയാണ് പെൺകുട്ടിയുടെ അവസാന ടവർ ലൊക്കേഷൻ എന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് 12 വയസ്സുകാരിയെ ആലുവയിൽ നിന്ന് കാണാതായത്. കൂട്ടുകാരിൽ നിന്ന് പുസ്തകം വാങ്ങാനെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടി പിന്നീട് തിരിച്ചെത്തിയില്ല. വൈകുന്നേരമായിട്ടും കുട്ടിയെ കാണാതായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. കാണാതാകുമ്പോൾ അമ്മയുടെ മൊബൈൽ ഫോൺ കുട്ടിയുടെ കൈവശമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് സേനയിലെ സംഘടനകളെ പൊളിച്ചെഴുതിയ ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്ത സംഘടനകൾ. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നാണ് ആരോപണം. അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അൻഫ്ലിറ്റ്, പോലീസ് ഈ ഓഫീസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു മാറ്റത്തിനെതിരെ ഇപ്പോൾ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമായി പോയി എന്നാണ് സംഘടനകൾ ഇപ്പോൾ പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സർക്കാരിൻ്റെ തീരുമാനം, അതായത് ഇന്നലെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവിറങ്ങിയത്. നിലവിൽ സംസ്ഥാനത്ത് 3 പോലീസ് സേനയിൽ 3 സംഘടനകളാണ് ഉണ്ടായിരുന്നത്, അസോസിയേഷൻ. അതിൽ ഒരു സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കി ഒഴിവാക്കി 2 സംഘടനകൾ മാത്രമാക്കിയാണ് പൊളിച്ചെഴുതുന്ന ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഇത്ര വർഷങ്ങളായി നിലനിൽക്കുന്ന കേരള പോലീസിലുണ്ടായിരുന്ന സംഘടനകളെയാണ് പൊളിച്ചെഴുതി 2 സംഘടനകൾ മാത്രമാക്കിയത്. ഇതിനെയാണ് ഇല്ലാതാക്കിയ സംഘടന എന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ഈ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാതായപ്പെട്ട സംഘടന
സംഘടനയാണ്. ആ നിലവിലെ സംഘടനാ ഭാരവാഹികളാണ് വലിയ രീതിയിലുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്നത് സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു, അതായത് സംഘടനയിലെ അംഗങ്ങളുടെ അഭിപ്രായമൊന്നും ആരായാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് സർക്കാർ ഇങ്ങനെ ഒരു പൊളിച്ചെഴുതുമായി അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയുമായി സർക്കാർ മുന്നോട്ട് പോകുകയും ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഇതിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു വിശദീകരണം എന്ന് പറയുന്നത് ഈ പോലീസുകാർ തന്നെ നിവേദനം സർക്കാരിന് നൽകിയിരുന്നു. അതായത് DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 3 സംഘടനകളെ പൊളിച്ചെഴുതി 2ആക്കി ചുരുക്കിയത്. അപ്പോൾ പോലീസുകാരുടെ നിവേദനം അനുസരിച്ച് DGP അവരുടെ ആവശ്യപ്രകാരം DGP തന്നെ തീരുമാനമെടുത്തു എന്നാണ്. ഇപ്പോൾ ഈ അസോസിയേഷൻ പറയുന്നത്, അതായത് പൊളിച്ചെഴുതിയ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട അസോസിയേഷൻ പറയുന്നത് അത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആണ്. ഈ ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ആ വാദം തെറ്റാണ്, കളവാണ്. പോലീസുകാരുടെ ആരുടെയും അഭിപ്രായം ആരായാതെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ തനിയെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏകപക്ഷീയമായാണ് നിലപാടെടുത്തത്. മാത്രമല്ല, ഇതിന് പ്രധാനമായും അവർ പറയുന്നത് പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ നിലവിലെ പോലീസ് സംഘടനകളെ പൂർണ്ണമായും സംഘടനകളിൽ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഇടതനുകൂല സംഘടനകളാണ്. അപ്പോൾ UDF സർക്കാർ ഭരണം മാറി വന്നപ്പോൾ വർഷങ്ങളായി ഇടതനുകൂല സംഘടനകളാണ് ഈ പോലീസ് അസോസിയേഷൻ്റെ 3 സംഘടനകളിലേക്ക് അസോസിയേഷൻ കൈയടക്കിയിരിക്കുന്നത്. അപ്പോൾ അത് മാറി UDF അനുകൂല സംഘടനകളിലേക്ക് വരാനും ഈ പോലീസ് സംഘടനകളുടെ ആധിപത്യം സ്ഥാപിക്കാനും UDFിൻ്റെ ഒരു ആധിപത്യം സ്ഥാപിക്കാനും കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇടതനുകൂല സംഘടനകളെ മാറ്റാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടായിരിക്കുന്നത് എന്നാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. നിയമ പോരാട്ടം എന്ന രീതിയിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ തന്നെയാണ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവനുസരിച്ച് 3 സംഘടനകളിൽ നിന്ന് ഓഫീസേഴ്സ് അസോസിയേഷനെ മാറ്റിയതോടുകൂടി ഈ CPO അതായത് സിവിൽ പോലീസ് ഓഫീസേഴ്സ് മുതൽ ഗ്രേഡ് SI വരെയുള്ളവർ ഒരു സംഘടനയിലും അതിന് മുകളിൽ SI റാങ്ക് മുതൽ പിന്നെ SP വരെ അതായത് നോൺ IPS SP വരെയുള്ള ഉദ്യോഗസ്ഥർ മറ്റൊരു സംഘടനയിലും, അങ്ങനെയാണ് 2 സംഘടനകൾ മാത്രമായി പൊളിച്ചെഴുതിയത്. ഇതിനെതിരെയാണ് ആ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാതായ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുന്നത്. ഇവർ ഉന്നയിക്കുന്ന ഗുരുതര ആരോപണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമാണ്. ഭരണം മാറിയപ്പോൾ UDF സർക്കാർ സംഘടനകളിലും കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തന്ത്രപൂർവമായ ഒരു നീക്കമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഈ അസോസിയേഷൻ ഉയർത്തുന്നത്. ഇതിനെതിരെ അവർ നിയമ പോരാട്ടം നടത്തുകയാണ്. ശരി, പോലീസ് സേനയിലെ സംഘടനകളെ പൊളിച്ചെഴുതിയ ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് സംഘടനകൾ. ആൻഫ്ലി ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളം മുതൽ മലപ്പുറം ഉൾപ്പെടെ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. KK പ്രശാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. 6 ജില്ലകളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അശ്വതി, ഗുഡ് മോർണിംഗ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാളിനും ഒഡീഷ തീരത്തിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം കഴിഞ്ഞ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. അത് അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപം പ്രാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തേക്ക് വീണ്ടും മഴ എത്തിത്തുടങ്ങിയത്. മഴ അടുത്ത ദിവസങ്ങളിലും ശക്തമായി തന്നെ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് 6 ജില്ലകളാണ് യെല്ലോ അലർട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഈ വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ശക്തമായ മഴയും ഒപ്പം തന്നെ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കടൽക്ഷോഭത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിലവിലുള്ള മുന്നറിയിപ്പ് പ്രകാരം 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് പൊന്തുവള്ളങ്ങളിലും മറ്റും മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ കൃത്യമായി ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അതിവേഗത്തിൽ തന്നെ തിരമാലകൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ നേരത്തെ സൂചിപ്പിച്ച ജില്ലകളിൽ എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ, മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് ഉള്ളത്. ഈ ജില്ലകളിലെല്ലാം തന്നെ വലിയ മഴയുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ മഴ അടുത്ത ദിവസങ്ങളിൽ തുടരും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായും മലയോര മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. ആ മേഖലയിലും കുറെ കൂടി ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർക്ക് കാലാവസ്ഥാ വകുപ്പും ബന്ധപ്പെട്ട വിഭാഗങ്ങളും നൽകിയിട്ടുണ്ട്. അശ്വതി.
ശരി, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. 6 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. രാമ രാമ ജയ സീതാരാമ. രാമായണ മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനെത്തുന്ന ക്ഷേത്രമാണ് കോട്ടയം പയ്യപ്പാടിയിലെ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം. കിഴക്കിന്റെ അയോധ്യ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. വനവാസകാലത്ത് ശ്രീരാമ ലക്ഷ്മണന്മാർ ഇവിടെ എത്തിയിരുന്നു എന്നാണ് വിശ്വാസം. കോട്ടയം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. ശ്രീരാമലക്ഷ്മണന്മാരും കപില മഹർഷിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. സീതാദേവിയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും ഇതുവഴി എത്തിയിരുന്നുവെന്നും അന്ന് കാടായിരുന്ന ഇവിടെ കപില മഹർഷി ഉൾപ്പെടെയുള്ള മഹർഷിമാർ തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്നും അവരുടെ തപസ്സിന് വിഘാതം സൃഷ്ടിച്ചിരുന്ന അസുരന്മാരെ ശ്രീരാമന്റെ നിർദ്ദേശത്തോടെ ലക്ഷ്മണൻ തുരത്തിയെന്നുമാണ് വിശ്വാസം. ഈ വെന്നിമലയുടെ സംസ്കൃത നാമം വിജയാദ്രി എന്നാണ്. അതായത് വിജയത്തിൻ്റെ മല. അത് അസുരന്മാരെ തോൽപ്പിച്ച് ലക്ഷ്മണസ്വാമി ഇവിടെ തപസ് ചെയ്തിരുന്ന മുനിമാർക്ക് അഭയമരുളിയ സ്ഥലമായതുകൊണ്ടാണ് ഇത് വിജയത്തിൻ്റെ മല, അതായത് വിജയാദ്രി. അതിൻ്റെ മലയാളമാണ് വെന്നിമല എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ കപില മഹർഷി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 8ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ചാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിതമായത്. ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും ഐതിഹ്യങ്ങൾ പലതുമുണ്ട്. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒരുമിച്ച് വാഴുന്ന പ്രതിഷ്ഠയാണ് വെന്നിമല ക്ഷേത്രത്തിലേത്. ഒരു നടയിൽ 2 കൊടിമരങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നുമാണ് വെന്നിമല ക്ഷേത്രം. കർക്കിടക വാവു ബലിദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത്. സ്ഥലപുരാണത്തിൽ പറയുന്നത് വിജയാചല തീർത്ഥേഷു സ്നാത്വാ ഭക്ത്യാ പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭേൽ. അതായത് വിജയാചലത്തിലുള്ള വിജയാദ്രിയിലുള്ള തീർത്ഥക്കുളത്തിൽ ഭക്തിപുരസരം സ്നാനം ചെയ്ത് പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന മനുഷ്യന് ഗയാശ്രാദ്ധ ഫലം ലഭിക്കുമെന്നാണ്. അതായത് 12 തലമുറയ്ക്ക് ബലിതർപ്പണം ചെയ്ത ഫലം ഈ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ലഭിക്കും എന്നുള്ള ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടക അമാവാസിക്ക് ഇവിടെ അഭൂതപൂർവമായ ഭക്തജനക തിരക്കാണ് അനുഭവപ്പെടുന്നത്. വർഷത്തിൽ 365 ദിവസവും പിതൃമോക്ഷത്തിനായി ബലിയിടാൻ സാധിക്കുന്ന ക്ഷേത്രവുമാണ് വെന്നിമല. ക്ഷേത്ര ശ്രീകോവിലിൽ അഭിഷേകം ചെയ്യുന്ന തീർത്ഥജലം മണ്ണിനടിയിലൂടെ ഒഴുകിയെത്തുന്ന തീർത്ഥക്കുളത്തിലാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹാർദ്ദപരമായ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെത്താൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നതായും ട്രംപ് അറിയിച്ചു. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾ വീണ്ടും ആരംഭിക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇരുപക്ഷവും തുടർച്ചയായി 3ാം ദിവസവും പരസ്പരം ആക്രമണങ്ങൾ നടത്താതിരുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. Pretty much destroyed their military. They want to meet, and we're meeting. We'll see what happens. There's a chance we can make a deal. Without what we did, they wouldn't even be talking to us. They requested a meeting through their surrogates and directly. And we're meeting, and, you know, good things can happen. I guess oil dropped very big today. Stock markets, as of about an hour ago, was like through the roof. But no, they requested a meeting. They would not have requested the meeting if we were doing poorly. The only reason they want to meet is because we've been hitting them very hard. Yeah. How much patience do you have left with the road, sir? പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ടതോടെ ശ്രദ്ധേയമാവുകയാണ് ഒരു സ്കൂളും അവിടുത്തെ അധ്യാപകനും. ലോകകപ്പ് ആവേശം സംസ്കൃത പഠനത്തിനായി പ്രയോജനപ്പെടുത്തിയ ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ അഭിലാഷ് ടി പ്രതാപാണ് പ്രധാനമന്ത്രിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയത്. സംസ്കൃതത്തെ ജനകീയമാക്കാനുള്ള അധ്യാപകന്റെ പരിശ്രമങ്ങൾ നേരത്തെയും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ നേടിയിരുന്നു. സംസ്കൃതത്തെ ജനകീയമാക്കാൻ ഒരു അധ്യാപകൻ നടത്തുന്ന പ്രയത്നങ്ങൾ
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി തൻ്റെ മൻ കി ബാത്തിലൂടെ പ്രശംസിച്ചിരിക്കുകയാണ്. ചിറ്റൂർ സെൻറ് മേരീസ് UP സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള അഭിലാഷിൻ്റെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പരാമർശിച്ചത്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പരിചിതമായ വാക്കുകളെ സംസ്കൃത അക്ഷരമാല തയ്യാറാക്കി പഠനം എളുപ്പമാക്കിയ അധ്യാപകന്റെ വേറിട്ട അധ്യാപന രീതിയാണ് മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ടത്. मुझे केरल में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. കുട്ടികൾക്ക് വാക്കുകൾ പഠിക്കാൻ ചെറുതും വലുതുമായ കാർഡുകൾ തയ്യാറാക്കി. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും സംസ്കൃത വാക്കും അവയുടെ അർത്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടുത്തിയായിരുന്നു പഠിപ്പിക്കൽ. കാർഡ് അവർക്ക് കൊടുക്കും. അവരിത് നോക്കി ഇതിനകത്ത് സംസ്കൃത അക്ഷരമുണ്ട്, ആ അക്ഷരത്തിന് ഇതിനായ പദമുണ്ട്, അതിൻ്റെ മലയാളം പ്രൊനൗൺസിയേഷൻ തർജ്ജമയുണ്ട്. ഫുട്ബോൾ കളി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ആവേശമാണ്. ആ ആവേശത്തെ നമ്മുടെ പഠനത്തിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചത്. നമ്മുടെ ഫുട്ബോളുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന് അങ്ങനത്തെ ഒരു പേരിട്ടത്, അക്ഷരകന്തുകം. അതൊരു സംസ്കൃത പദമാണ്. അക്ഷരവും കന്തുകം എന്ന് പറഞ്ഞാൽ എന്താ, പന്ത് അല്ലേ? ആ പന്ത് അങ്ങനെ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ടൈറ്റിൽ ഇട്ടത്. ഇതിന്റെ പേരെന്താണ്? നമുക്ക് സംസ്കൃതം വളരെ രസകരമായിട്ട് ഈസി ആയിട്ടൊക്കെ പഠിക്കാനായിട്ട് ഇത്തരത്തിലെ ഒരു പ്രവർത്തനം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപിന്റെ പരീക്ഷണങ്ങൾ നേരത്തെയും പ്രധാനമന്ത്രിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. താളിയോലയുടെ ഒരു നിർമ്മാണമാണ്. താളിയോല എന്ന് പറയുന്നത് കുട്ടികൾക്കൊന്നും കണ്ടിട്ടില്ല, ഇവിടുത്തെ LP UP ലെവലിലുള്ള കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ആ താളിയോല കാണിച്ചു കൊടുക്കുക, അത് കുട്ടികളെ കൊണ്ട് തന്നെ നിർമ്മിക്കുകയും ചെയ്തു. അതിന് പാലക്കാട് നിന്ന് കരിമ്പനയോല വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം വിദ്യാലയത്തിൽ വെച്ച് തന്നെ കുട്ടികളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു. പിന്നെ അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാസ് വിത്ത് പേന, അതും ഇതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് നിർമ്മിച്ചു, കടലാസ് കൊണ്ട് നിർമ്മിച്ചു. അതിനുള്ളിൽ വിത്തുകൾ നിറച്ചു. ആ പേനയുടെ കവർ ചെയ്തത് സംസ്കൃതത്തിലുള്ള ഒരു സെൻറ്റൻസ് കൊണ്ടാണ്. സ്കൂളിലെ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ അക്ഷരകന്തുകം എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു പരീക്ഷണം. പുതിയ പഠന രീതിയെ കുട്ടികളും വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. കർക്കിടക മാസം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കേണ്ട കാലമാണ്. ആയുർവേദ ശാസ്ത്രത്തിൽ കർക്കിടകത്തിലെ ശരീര ശുദ്ധീകരണത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. വാതകൂപങ്ങൾ കൂടിയ ഈ സമയത്ത് ശരീരത്തിന് പ്രതിരോധശേഷി വീണ്ടെടുക്കുവാനും വ്യാധികൾ അകറ്റാനും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മഹല്ലസി പഞ്ചകർമ്മ ആയുർവേദ ക്ലിനിക് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പൂർണ്ണശ്രീ മോഹൻ സംസാരിക്കുന്നു. നമസ്തേ, ഞാൻ ഡോക്ടർ പൂർണ്ണശ്രീ മോഹൻ, മഹല്ലസി ആയുർവേദ ക്ലിനിക്കിലെ കൊരമ്പാലയിലെ ചീഫ് ഫിസിഷ്യനാണ്. കർക്കിടക ചികിത്സത്തിൻ്റെ പ്രാധാന്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. കർക്കിടക ചികിത്സ ആയുർവേദത്തിൽ എന്താണ് ഇത്രയധികം പ്രാധാന്യം? ഈ കർക്കിടക ചികിത്സ ഒരു വർഷം ചെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായി ചെയ്യേണ്ടതുണ്ടോ? ഗ്രീഷ്മ ഋതുവിൽ നിന്ന്, അതായത് ചൂട് കാലാവസ്ഥയിൽ നിന്ന് മഴക്കാലം തുടങ്ങുകയാണ്. അപ്പം മഴക്കാലത്ത് ശരീരത്തിന് രോഗപ്രതിരോധ ശക്തിയും ദഹനശക്തിയും കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതിനാൽ തന്നെ ആയുർവേദ ഔഷധ കൂട്ടുകൾ സേവിക്കുകയും ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ, പഞ്ചകർമ്മം മുതലായുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഡീടോക്സിഫിക്കേഷനും റെജുവിനേഷനുമായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഔഷധക്കഞ്ഞിയും ഇതിനോടൊപ്പം സേവിക്കുന്നത് നല്ലതായിരിക്കും. രാമായണ മാസാരംഭം കൂടിയായതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ശുദ്ധി ഉണ്ടാകുന്ന തരത്തിലുള്ള ചിട്ടാവട്ടങ്ങളും ജീവിതചര്യകളുമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ലഘുവായ ഭക്ഷണം, ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര രീതികൾ, മാംസഭക്ഷണമൊക്കെ വളരെ കുറച്ച്, ദഹിക്കാൻ എളുപ്പമുള്ള ഔഷധക്കൂട്ടുകൾ ചേർന്ന മരുന്നുകളും ആഹാരവും ഉപയോഗിക്കണം. രോഗപ്രതിരോധ ശക്തി ഇംപ്രൂവ് ചെയ്യാനും ഡീടോക്സിഫൈ ചെയ്യാനും റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റുകളുമാണ് കർക്കിടകത്തിൽ നമ്മൾ ചെയ്യുന്നത്. വാത, പിത്ത, കഫ ദോഷങ്ങൾ കോപിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ
ഇതിനുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കർക്കിടക ചികിത്സ ചെയ്യുന്നത് ഒരു വർഷത്തേക്കുള്ള പുനരുജ്ജീവനം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പുതിയൊരു ഉണർവ് കിട്ടാനും ഉന്മേഷം ലഭിക്കാനും വളരെ അത്യന്താപേക്ഷിതമാണ്. ശബരിമല നെയ്യ് അഭിഷേകത്തിന് മിൽമ യൂണിറ്റ് വഴിയുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേടിൽ ഗുരുതര കണ്ടെത്തൽ. മിൽമയുടെ 2 യൂണിറ്റുകളെ പ്രതിക്കൂട്ടിലാക്കിയാണ് ക്ഷീരവികസന ഡയറക്ടറുടെ റിപ്പോർട്ട്. ശബരിമലയിലേക്ക് നെയ്യ് നൽകുന്ന കടത്തുകരാറിൽ ക്രമക്കേടെന്നാണ് ഡയറക്ടർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അൻഫ്ലിറ്റ് ഡിസൂസ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ്, ശബരിമല നെയ്യ് അഭിഷേകത്തിന് ഈ മിൽമ യൂണിറ്റ് വഴിയുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേടിൽ ഇപ്പോൾ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. മിൽമയിലെ 2 യൂണിറ്റുകളെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിലുള്ളത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ശബരിമലയിലെ നെയ്യ് അഭിഷേകത്തിനപ്പുറത്തേക്ക് നെയ്യ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്, അതായത് മിൽമയിൽ നിന്ന് വിൽപ്പനയ്ക്കായി നെയ്യ് വിൽപ്പന നൽകുന്ന കരാറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടിന് വേണ്ടിയുള്ള ഒരു അഴിമതി അല്ലെങ്കിൽ ഗുരുതരമായ അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമക്കേട് ആ കരാറിൽ സമയത്ത് തന്നെ ഉണ്ടായി എന്നാണ് ഈ മിൽമയുടെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ക്ഷീരവികസന ഡയറക്ടർ ആ രീതിയിലാണ് റിപ്പോർട്ട് നൽകിയിരിക്കുകയും ചെയ്തത്. അതായത് ഈ ടെൻഡർ നൽകുന്ന സമയത്ത് സീൽഡ് കരാറാണ് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കരാർ നൽകിയ കമ്പനിക്ക് കരാർ നൽകിയ വ്യക്തികൾക്കാണ് കരാർ നൽകിയത്. അത് തന്നെ പിന്നീട് അത് മറച്ചു വിൽക്കാൻ വേണ്ടിയാണ്. അതായത് നെയ്യ് ശബരിമലയിലേക്ക് മിൽമയിൽ നിന്ന് നെയ്യ് കൊണ്ടുപോകുമ്പോൾ അതാണ് കടത്ത് കരാർ എന്ന് പറയുന്നത്. ആ കരാർ നൽകുന്ന സമയത്ത് ഈ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കരാർ നൽകിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തുക ടെൻഡറിൽ രേഖപ്പെടുത്തിയ വ്യക്തികൾക്കാണ് ഈ കരാർ നൽകിയത്. അത് സംശയത്തിനിടയാകുന്നു. ഇത് ഉറപ്പായും ക്രമക്കേട് നടത്തുന്നതിനും ഗുരുതരമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഴിമതിക്ക് വേണ്ടിയാണ് ഈ രീതിയിൽ ഏറ്റവും കുറഞ്ഞ തുക കരാർ നൽകിയ വ്യക്തികൾക്ക് കരാർ നൽകിയത്. ഇത് ഈ കരാറിലൂടെ അതായത് ശബരിമലയിൽ എത്തുന്ന വഴിയിൽ തന്നെ ഈ നെയ്യ് മറിച്ചു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടന്നത്. 2 യൂണിറ്റുകളെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കി ഡയറക്ടർ ബോർഡ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം യൂണിറ്റിൽ തന്നെ പിരിച്ചുവിടുകയും ഇതിനെതിരെ അവർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ പിരിച്ചുവിട്ടവർ പറയുന്നത് ഇത് അതായത് ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. മിൽമയുടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ മാസം അവസാനം മിൽമ ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ നിലവിൽ ഇടത് സംഘടനകളാണ് ഈ ഭരണസമിതിയിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസ് അനുകൂല സംഘടനകൾക്ക് ആ ഭരണസമിതി പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ രീതിയിൽ ഇപ്പോൾ 2 യൂണിറ്റുകൾ പിരിച്ചുവിട്ടത് എന്നാണ്. എന്നാൽ ഡയറക്ടർ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ തിരിമറി ലക്ഷങ്ങളുടെ തിരിമറിയാണ്. അതായത് ഇപ്പോൾ ഈ മിൽമ ശബരിമലയ്ക്ക് നൽകിയ നെയ്യുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ലക്ഷങ്ങളുടെ തിരിമറികളും ക്രമക്കേടുകളും ഒക്കെ മിൽമയെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇത് അവരുടെ മിൽമയുടെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് പിരിച്ചുവിട്ടു എന്നാണ്. പക്ഷേ അതേസമയം ഈ പിരിച്ചുവിട്ടതിനെതിരെ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസം അവസാനം നടക്കുന്ന മിൽമയുടെ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ തന്നെയും ഒരുപക്ഷെ അനിശ്ചിതത്തിലാകാനും സാധ്യതയുണ്ട്. അതേസമയം ഇപ്പോൾ നിലവിൽ ഈ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയ്ക്ക് നൽകിയ നെയ്യാണ്. ആ നെയ്യാണ് ഈ കടത്ത് വഴി അത് മറിച്ചു വിൽക്കാനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന്. അപ്പോൾ പ്രാഥമികമായ അതായത് ക്ഷീരവികസന ബോർഡിന്റെ തന്നെ അന്വേഷണത്തിൽ മാത്രമാണ് പ്രാഥമിക അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ക്ഷീരവികസന ഡയറക്ടർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു ഏജൻസി ഇതിൽ അന്വേഷണം നടത്തുമോ അതോ ആഭ്യന്തര വിജിലൻസ് തന്നെ അന്വേഷണം നടത്തുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും പ്രാഥമികമായ അന്വേഷണത്തിൽ വളരെ ഗുരുതരമായ ക്രമക്കേട് ശബരിമലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിന് അത്രയേറെ തീവ്രതയുമുണ്ട്. ഐശ്വരി, എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം കൂടി വരുമ്പോൾ അതിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ശബരിമല നെയ്യ് അഭിഷേകത്തിന് മിൽമ യൂണിറ്റ് വഴിയുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേടിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിരപ്പള്ളിയിൽ പുലിക്കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനം വകുപ്പ് വച്ചിരുന്ന കൂട്ടിലാണ് ഇന്ന് പുലർച്ചെയോടെ പുലി കുടുങ്ങിയത്. ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ 2 ആഴ്ച മുൻപാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഹരീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, ഈ പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടുകാരുടെ ഒരു ഭീതിയൊക്കെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ആക്ച്വലി ഈ അതിരപ്പള്ളിയിൽ കാലങ്ങളായി പുലിയുടെ ശല്യമുണ്ട്, അല്ലെങ്കിൽ പുലിയെ പല തവണ ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുലി കൂട്ടിൽ കുടുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് തീർച്ചയായും അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ആശ്വാസമേകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് വെച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറെ ദിവസമായി പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. തുടർന്നാണ്
ഇത്തരത്തിൽ 2 ആഴ്ച മുൻപ് വനംവകുപ്പ് ഇവിടെ കൂടെ സ്ഥാപിക്കുന്നത്. പുലിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. CCTV ക്യാമറകളടക്കം ഈ ഒരു പരിസരത്ത് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ പുലി ഈ ഒരു കൂട്ടിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായി തന്നെ പ്രദേശത്ത് പല വളർത്തുമൃഗങ്ങളെയും പുലി കഴിഞ്ഞ കുറെ നാളുകളായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കാടിനോട് ചേർന്ന പ്രദേശമായതിനാൽ തന്നെ ഈ വന്യമൃഗങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് പതിവാണ്. സമാനമായി പുലിയുടെ ഒരു സാന്നിധ്യം കുറെ ദിവസമായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് ഇങ്ങനെ കൂടുവെച്ചത്. ഇന്ന് പുലർച്ചെയാണ് പുലി ഈ കൂട്ടിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടും തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വേണ്ട നടപടികൾ ചെയ്തു. പുലിയെ ഇപ്പോൾ നിലവിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റ് പരിശോധനകൾക്ക് ശേഷം പുലിയെ മറ്റ് കാടുകളിലേക്ക് വിട്ടയക്കണമോ അല്ലെങ്കിൽ എന്താണ് ഇനി തുടർ നടപടികൾ എന്ന വനംവകുപ്പ് തീരുമാനിക്കുകയാവും ചെയ്യുക. ഇത് വലിയ പ്രായമില്ലാത്ത പുലിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി വനംവകുപ്പ് പറയുന്നത്. കാട്ടിൽ നിന്നും ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൂട് വെച്ച് ഇപ്പോൾ ആ കൂട്ടിൽ പുലി അകപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ പ്രദേശം വലിയ രീതിയിൽ വന്യമൃഗ ശല്യമുള്ള പ്രദേശം ആയതിനാൽ തന്നെ ഈ നാട്ടുകാർ വലിയ പരാതിയായിരുന്നു. അതായത് വനംവകുപ്പ് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള പരാതി തീർച്ചയായും ഈ അതിരപ്പള്ളി മേഖലയിൽ പ്രത്യേകിച്ച് ആനാപ്പുലി തുടങ്ങിയ മൃഗങ്ങളൊക്കെ തന്നെ ഇറങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ പരാതിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കാടും നാടും വേർതിരിക്കുന്ന സംവിധാനങ്ങൾ കുറവാണ് എന്നുള്ളൊരു പരാതിയൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുലി കൂട്ടിലകപ്പെട്ടത് എന്നുള്ളതാണ് വനംവകുപ്പിനും ആശ്വാസകരമായ വാർത്തയാണ്. കാരണം ആളുകൾ ഭീതിയിലാക്കിയ പുലിയെ പിടികൂടാൻ സാധിച്ചു. ഇനി ആശങ്കകളില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കൂടി കിടക്കുന്നതാണ്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് അശ്വതി. ശരി, എന്തായാലും അതിരപ്പള്ളിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് ആശ്വാസകരമായ റിപ്പോർട്ടാണ് ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ട്രെയിൻ യാത്രയ്ക്കിടെ വർക്കലയിൽ വെച്ച് മദ്യപന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവതിയെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ കുടുംബം തുടർ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ്. പാലോട് സ്വദേശി ശ്രീകുട്ടി കഴിഞ്ഞ വർഷം നവംബറിലാണ് ട്രെയിനിൽ ആക്രമണത്തിന് ഇരയായത്. 2025 നവംബർ 2-നാണ് എറണാകുളത്ത് നിന്ന് വർക്കലയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന നെടുമങ്ങാട് പാലോട് സ്വദേശിയായ ശ്രീകുട്ടിക്ക് യുവാവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വഴി തടസ്സപ്പെടുത്തിയ മദ്യപനായ യുവാവിനെ ചോദ്യം ചെയ്തതോടെ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യുവതിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമൃതയിലെ ചികിത്സയിൽ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി കൈവരിച്ച ശ്രീകുട്ടി സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ ദീർഘകാലത്തെ ഫിസിയോതെറാപ്പി ചികിത്സ വേണ്ടിവരും. അമൃത ആശുപത്രിയിലെ ചികിത്സ പൂർണ്ണമായും അമൃതാനന്ദമയി മഠം വഹിച്ചുവെന്നും എന്നാൽ തുടർ ചികിത്സ നടത്താൻ പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി പറഞ്ഞു. രവിശങ്കർ സാർ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നുള്ളൂ, 3 മാസം അവൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. ആ ഒരു കാലയളവിൽ എനിക്ക് അവളെ ഓക്കെ ആക്കി തന്നു. പിന്നെ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിപ്പോഴും ഉണ്ട് അവൾക്ക്. അതിന് ഫിസിയോതെറാപ്പി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അമൃതാനന്ദ തന്നെ അമൃത മഠത്തിൽ നിന്നാണ് ഞങ്ങൾ കിട്ടിയത്. അവളിപ്പോ എണീച്ച് നിൽക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു 5 മിനിറ്റോളം നിൽക്കാൻ പറ്റും, നടക്കാൻ പറ്റില്ല. പിന്നെ ഷോൾഡർ അന്ന് അമൃതയിൽ വെച്ച് ഡോക്ടറും പറഞ്ഞായിരുന്നു ഷോൾഡറിന് ചെറിയ പ്രശ്നമുണ്ട്, അതിന് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണിപ്പോ ഒരു കോങ്കണ്ണ് പോലാണ് ഇരിക്കുന്നത്. അതിനും ശരിയായില്ല. 2 മാസം കൊണ്ട് ഓക്കെ അല്ലെങ്കിൽ അതിനൊരു സർജറി വേണം, അതും നടത്തിയേ പറ്റൂ. ശ്രീകുട്ടി നിലവിൽ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയ്ക്കായി 7.5 ലക്ഷം രൂപ ചെലവ് വരുമെന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നും പ്രിയദർശിനി പറഞ്ഞു. ഇത്രയും ഒരു വ്യത്യാസം വന്ന കുട്ടീന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റ് നമുക്കൊന്നും നമ്മളെ നോക്കുന്നില്ല എന്ന് കരുതിയിട്ട് മോളെ ട്രീറ്റ്മെന്റ് മുടക്കി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾ അങ്ങനെ തന്നെ ആയിപ്പോ. അത് ഞാൻ തന്നെ കാണണ്ടേ. അപ്പൊ കടവായാലും വാങ്ങിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സർക്കാരിനോട് ചോദിക്കുന്നത് അതാണ്, എന്റെ കുട്ടീന്റെ ട്രീറ്റ്മെന്റ്. മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ നേരിട്ട് കണ്ടിരുന്ന സാറ് പറഞ്ഞത് നാളെ തന്നെ നിങ്ങളെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും, ടെൻഷൻ വേണ്ട, പേടിക്കേണ്ട, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെയായിട്ട് ആരും എന്നെ വിളിച്ചിട്ടില്ല. സംഭവത്തിന് ശേഷം മാസം തോറും 30,000 രൂപ നൽകിയിരുന്ന റെയിൽവേ അത് നിർത്തി കൂടുതൽ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഭീമമായ തുക കടത്തിലായ കുടുംബം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. TG മോഹൻദാസിനെ തള്ളി RSS. CJP സമരത്തിനെതിരെ TG മോഹൻദാസ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ.
TG മോഹൻദാസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങളോടും അത്തരം കാഴ്ചപ്പാടുകളോടും RSS ഒരു തരത്തിലും യോജിക്കുന്നില്ല. TG മോഹൻദാസ് RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലയും വഹിക്കുന്നില്ലെന്നും KB ശ്രീകുമാർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് തേങ്ങയ്ക്ക് വില കുതിച്ചുയരുന്നതിന് പിന്നാലെ വെളിച്ചെണ്ണ വിലയിലും വർധനവ്. വെളിച്ചെണ്ണ ലിറ്ററിന് 300 രൂപ വരെയാണ് കൂടിയത്. തേങ്ങയുടെ വില കിലോയ്ക്ക് 56 രൂപ വരെയായി വർദ്ധിച്ചതോടെയാണ് വെളിച്ചെണ്ണയുടെ വിലയും കൂടിയത്. തേങ്ങയുടെ ചില്ലറ വില 60 രൂപയ്ക്ക് മുകളിലാണ്. തമിഴ്നാട്ടിൽ നിന്നും തേങ്ങാവരവിലും ഇടിവ് സംഭവിച്ചു. കേരളത്തിൽ നിന്നുള്ള വ്യാപാരികൾ കിലോയ്ക്ക് 50 രൂപയിൽ കൂടുതൽ നൽകിയാണ് കൊപ്ര എടുക്കുന്നത്. ഓണ സീസൺ ആരംഭിച്ചതോടെ തേങ്ങയുടെ ആവശ്യകതയും വർദ്ധിച്ചുവരും. കർക്കിടകം മുതൽ ധനുമാസം വരെ തേങ്ങയുടെ ഉൽപാദനവും കുറവാണ്. ഈ സാഹചര്യത്തിലാണ് വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചത്. വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചില്ലറ വിൽപ്പന 300 ഒരു കിലോന് വരുന്നത്. കൊപ്ര ഇന്നിപ്പോൾ 170-175 വരെ പുറത്ത് മാർക്കറ്റിലുണ്ട്. ദിവസം 500-600 വെച്ച് കൂടുക. വെളിച്ചെണ്ണക്കും അതേമാതിരി ഡെയിലി ജമ്പിങ്ങാണ്. തേങ്ങൻ്റെ സ്റ്റോക്ക് കുറവുണ്ട്. കൊപ്രയൊക്കെ ടൈറ്റ് തന്നെയാണ്. ഇപ്പോൾ മൊത്തത്തിൽ തേങ്ങ അതുകൊണ്ടാണ് തേങ്ങയ്ക്ക് വില കൂടുന്നത്. ഓണം എത്തുന്നതോടെ വെളിച്ചെണ്ണയുടെ വില 400-ലെത്തുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വെളിച്ചെണ്ണയ്ക്കൊപ്പം എണ്ണയുടെ വിലയിലും വർധനവുണ്ട്. വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതോടെ ഓയിലിന്റെ ആവശ്യകതയും വർദ്ധിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പെരുമണ്ണ മുണ്ടുപാലത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങല്ലൂർ പുല്ലൂക്ക് ചാലിൽ ഷഫീഖ് അഹമ്മദിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ഷരീഖിന്റെ സുഹൃത്തായ ഇരിങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് മരണം സംബന്ധിച്ച വിവരം പന്തീരാങ്കാവ് പോലീസിൽ നേരിട്ടെത്തി അറിയിച്ചത്. ഷരീഖിനെ താൻ തലക്കടിച്ചു കൊന്നുവെന്നും മൃതദേഹം മുണ്ടുപാലത്തെ വീട്ടിലുണ്ടെന്നുമാണ് മുഹമ്മദ് അഷ്റഫ് പോലീസിനെ അറിയിച്ചത്. ലഹരിയാണോ മരണകാരണമെന്ന സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത്. അഷ്റഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അനഘ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനഘ, അത്യന്തം ഞെട്ടിക്കുന്നൊരു റിപ്പോർട്ടാണ്. ഈ യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് പറയുന്ന കാര്യങ്ങൾ ഈ യുവാവിനെ തലക്കടിച്ച് കൊന്നു എന്നാണ്. എന്താണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? പന്തീരങ്കാവ് പോലീസിലാണ് ഇത്തരത്തിലുള്ളൊരു വിവരം സുഹൃത്ത് നിലയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പന്തീരങ്കാവ് പോലീസ് ഈ സംഭവസ്ഥലത്ത് എത്തുകയും പരിശോധനകളടക്കം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. ഏതായാലും പോലീസ് പറയുന്നത് ഇത് ലഹരി ആണോ ഇത്തരത്തിൽ മരണത്തിന് കാരണം എന്ന് ഉള്ള ഒരു സംശയമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഏതായാലും കൊലപാതകമല്ല എന്നുള്ളൊരു കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും അഷ്റഫിനെ പോലീസ് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. മരിച്ച യുവാവിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നിലവിൽ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷരീഖ് അഹമ്മദിന്റെ മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിക്കും. ഏതായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അടക്കം നിരവധി കേസുകൾ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ലഹരി മരുന്നിന്റെ ഉപയോഗം മൂലമാണോ ഇത്തരത്തിൽ ഈ യുവാവ് മരിച്ചതെന്നും കസ്റ്റഡിയിലെടുത്ത സുഹൃത്തും അത്തരത്തിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണോ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തി മൊഴി നൽകിയത് എന്നതടക്കമുള്ള ഒരു സംശയവും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ മരിച്ച യുവാവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, കോഴിക്കോട് പെരുമണ്ണയിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലഹരിയാണോ മരണകാരണമെന്ന വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. അനഘയാണ് വിശദാംശങ്ങൾ നൽകിയത്. വിപണി വിലയിരുത്തലുമായി ഒപ്പം ചേരുകയാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ്. ശ്രീ ദിലീപ്, എങ്ങനെയാണ് വിപണിയെ വിലയിരുത്തുന്നത്? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇന്നലെ 1% നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള ഗണ്യമായ കുറവാണ് വിപണിയെ പ്രോത്സാഹിപ്പിച്ചത്. $83 എന്ന നിലവാരത്തിലേക്ക് ബ്രന്റ് ക്രൂഡിന്റെ വില എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും എണ്ണവിലയിലുണ്ടാകുന്ന മാറ്റം വിപണിയെ സ്വാധീനിച്ചേക്കും. $80 താഴെ നിലനിന്നാൽ തന്നെ അത് വിപണിക്ക് വലിയ പ്രോത്സാഹനമാവുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എന്നാൽ വിപണിയിൽ ഇപ്പോഴും വിൽപ്പന തുടരുക തന്നെയാണ്. അവരുടെ ആ വിൽപ്പന ഒരു പരിധിവരെ വിപണിയെ
മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു പ്രതിരോധമായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ കൂടിയും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നതാണ് ഇപ്പോഴത്തെ വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്നെന്തായാലും ഏറ്റക്കുറച്ചുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മാസത്തെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. കമ്പനികളുടെ താരതമ്യേന മികച്ച പ്രവർത്തന ഫലങ്ങളും മികച്ച സമ്പദ് വ്യവസ്ഥ എന്ന അനുകൂല ഘടകവും വരും ദിവസങ്ങളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപത്തിലേക്ക് മാറാനുള്ള സാഹചര്യം പ്രധാന മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കുള്ള ഈ ഒരു സവിശേഷമായ അവസ്ഥ മറ്റൊരു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ക്രൂഡ് ഓയിൽ വില ഒന്ന് മാത്രമാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആശങ്കയായി നിലകൊള്ളുന്നത്. പശ്ചിമേഷ്യയിൽ ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടരാൻ തന്നെയാണ് സാധ്യത. അതുവരെ ഒരു നേരിയ നിലവാരത്തിൽ വ്യാപാരം തുടരാനാണ് സാധ്യത. 23,600, 24,000 എന്ന നിലവാരത്തിലായിരിക്കും വ്യാപാരം നടക്കുക. 24,000 എന്നുള്ള ആ ഒരു പ്രധാന കടമ്പ ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു തുടർച്ചയായിട്ടുള്ള മുന്നേറ്റം വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. മറിച്ചാണെങ്കിൽ 23,600 എന്ന നിലവാരം ഒരു അടിസ്ഥാന ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്ന് നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, വിപണി വിലയിരുത്തലുമായി ഇപ്പം ചേരുകയായിരുന്നു കെ ദിലീപ്. പ്രകൃതിക്ക് ദോഷമായി മാറുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ മെത്തേഡിലൂടെ ഫാഷൻ വസ്ത്രങ്ങളാക്കി മാറ്റി വിദ്യാർത്ഥിനികൾ. തൃശൂർ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രമേയമാക്കി കോളേജിൽ ശ്രദ്ധേയമായ ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. കടകളിൽ നിന്ന് ലഭിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, അരിച്ചാക്ക, ടാർപോളിൻ ഷീറ്റ്, കുപ്പികളുടെ അടപ്പുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയെല്ലാം മനോഹരമായ വസ്ത്രങ്ങളായി മാറ്റി ഇവ അണിഞ്ഞാണ് സുന്ദരികളായ യുവതികൾ പരിസ്ഥിതി സന്ദേശവുമായി റാമ്പ് വാക്ക് നടത്തിയത്. കഴിഞ്ഞ വർഷം തുരുമ്പും അതിനു മുൻപ് കയറും പ്രമേയമാക്കി ഇതേ ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിച്ച ഫാഷൻ ഷോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര ഫാഷനും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റ് പുനരുപയോഗ സാധനങ്ങളും ഉപയോഗിച്ച വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങളാണ് ഫാഷൻ ഷോയിൽ അവതരിപ്പിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിനോടൊപ്പം മാലിന്യങ്ങളെ സർഗാത്മകമായി പുനരുപയോഗിച്ച മൂല്യവത്തായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനാകുമെന്ന സന്ദേശവും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. ഈ കൊല്ലം നമ്മൾ നടത്തുന്നത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആണ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ്. ഇപ്പോൾ ഫസ്റ്റ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് അതിനെ കർവ് ചെയ്തിട്ട് റീസൈക്കിൾ മേക്ക് ചെയ്തേക്കാണ്. ആൻഡ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതും അതേപോലെ ഷോപ്സിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവേഴ്സ് ഉപയോഗിച്ചിട്ട് ക്രോഷ്യ വർക്ക് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതിൻ്റെ പിന്നിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി വർക്കാണ്. ഇതിൻ്റെ ഓരോ സോഡാക്കുപ്പി നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ വിത്തിൻ കോളേജിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഓരോ സോഡാക്കുപ്പി നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഷഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, വേസ്റ്റൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറാണ്. ഇത് നമ്മളൊരു ഹോട്ട് ലുക്കിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കലാപരമായ മികവും സാങ്കേതിക വൈദഗ്ധ്യവും പരിസ്ഥിതിയോടുള്ള സാമൂഹിക പ്രതിബദ്ധതയും ഒരുപോലെ പ്രകടമാക്കിയ ഫാഷൻ ഷോ പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം നേടി. അമൃത ന്യൂസ്, തൃശൂർ. കൊല്ലം കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണത്തിൽ ഉയർന്ന കസ്റ്റഡി മർദ്ദന ആരോപണം അന്വേഷിക്കാൻ കൊല്ലം റൂറൽ എസ്.പിക്ക് DGP നിർദ്ദേശം നൽകി. കസ്റ്റഡിയിൽ മർദ്ദനമുണ്ടായോ എന്നതടക്കമുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് നടപടി. സുധീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുധീഷ്, സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ കൊല്ലം റൂറൽ എസ്.പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് DGP ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും വിശദി, ഈ മരണത്തിൽ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ഈ DGP കൊല്ലം റൂറൽ എസ്.പിക്ക് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉടൻ തന്നെ നടത്തി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉടൻ സമർപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഈ നിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അന്വേഷണം കൊല്ലം റൂറൽ എസ്.പിക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും
അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് ഇപ്പോഴും പറയുന്നത് ഈ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നും ഒപ്പം തന്നെ ഇയാളുടെ മരണകാരണം മഞ്ഞപ്പിത്തം മൂലമുള്ള അസുഖം മൂർച്ഛിച്ചതാണ് മരണകാരണം എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ ഈ മർദ്ദനമേറ്റ പാടുകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഉണ്ടായ എന്തെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഇതിനകത്ത് എന്തായാലും പുരോഗമിക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ മാസം ജൂൺ 16-നാണ്. ജൂൺ 16-ന് സിയാദിനെ കസ്റ്റഡിയിലെടുത്തു. അത് പ്രദേശത്തുള്ള 2 കുട്ടികളുടെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസായിരുന്നു. 2 കുട്ടികളെ പ്രദേശത്തു നിന്ന് കാണാതാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ സിയാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ സിയാദിന് ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത ഇല്ല എന്നും അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെട്ട ആളല്ല എന്നും പോലീസിന് മനസ്സിലാവുകയും പോലീസ് ഇയാളെ വിട്ടയക്കുകയുമായിരുന്നു. ഈ ഒരു സമയം ഈ കസ്റ്റഡിയിലെടുത്ത ഈ സിയാദിനെ പോലീസ് ജീപ്പിൽ വെച്ച് മർദ്ദിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് ഈ പരാതിക്കാരി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പോലീസിനെതിരെ ഒരു പരാതിയുമായി ഇപ്പോൾ ഇവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കുടുംബം ആരോപിക്കുന്നത് കസ്റ്റഡി മരണം ഉണ്ടായി എന്ന് തന്നെയാണ്. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ക്രൂരമർദ്ദനത്തിന് ശേഷം പിന്നീട് ചികിത്സ തേടിയ സിയാദ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെടുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഉണ്ടായ പീഡനങ്ങളൊക്കെ തുടർന്നാണോ ഈ മരണം സംഭവിച്ചത് എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ DGP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും കൊല്ലം റൂറൽ SP കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, കൊല്ലം കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ കൊല്ലം റൂറൽ SPക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് DGP. വിശദാംശങ്ങളാണ് സുധീഷ് കുമാർ നൽകിയത്. കോഴിക്കോട് പുതുപ്പാടി ഒടുങ്ങാക്കാട് വാഹനാപകടം. താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വന്ന സ്കൂട്ടറും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മെഡൽ വേട്ട തുടരുന്നു. പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവിന് വെള്ളി മെഡൽ. ഭാരോദ്വഹനത്തിൽ നിരുപമാദേവിയും ഹർജീന്ദർ കൗറും ഇന്നിറങ്ങും. നീന്തലിൽ 50 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശും 100 മീറ്റർ ബാക്ക് സ്റ്റോക്കിൽ ശ്രീഹരി നടരാജനും ഇന്ന് മത്സരിക്കുന്നുണ്ട്. 200 മീറ്റർ ബട്ടർഫ്ലൈ സ്റ്റോക്കിൽ സജൻ പ്രകാശ് ഇന്നലെ ഫൈനൽ യോഗ്യത നേടിയിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.